അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്ന അദ്കാറുകൾ വിശുദ്ധ റമളാനിൽ സമയബന്ധിതമായ സ്ഥലബന്ധിതമായ ദിക്റുകളൊക്കെ ശ്രദ്ധയോടെ സൂക്ഷ്മതയോടുകൂടി നാം കൊണ്ടു നടന്നാൽ ധാരാളം പ്രതിഫലം വാരിക്കൂട്ടാൻ കഴിയും. കൂട്ടത്തിൽ നമ്മളൊക്കെ താമസിക്കുന്ന റൂമുകൾ, വീടുകൾ, അവിടുന്ന് പുറത്തേക്ക് എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടി, ഏതാവശ്യമാണെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടി വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇടത് കാൽ വെച്ച് ഇറങ്ങുമ്പോൾ ചൊല്ലേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു ദിക്ർ, വലിയ കാവലാണ്. ദിക്റുകളെല്ലാം ഒരർത്ഥത്തിൽ വലിയ തവക്കുലാണ് മനുഷ്യന് നൽകുന്നത്. ദിക്ർ ചെല്ലുമ്പോൾ മനുഷ്യൻ്റെ ഖൽബ് അള്ളാഹുവുമായിട്ട് ബന്ധപ്പെടുകയാണ്. അതുകൊണ്ട് എല്ലാം അള്ളാഹുവിൽ സമർപ്പിച്ചുകൊണ്ട് ഞാനിതാ ഈ കർമ്മം ചെയ്യുന്നു എന്ന ഒരു കരുത്താണ് അവൻ്റെ ഉള്ളിൽ നിന്ന് വരേണ്ടത്. അതുകൊണ്ട് തന്നെ വലിയ സ്വാധീനം നൽകുന്ന, വലിയ ഫലം നൽകുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ദിക്റാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചത്. വീട്ടിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഈ ദിക്ർ ഒരാൾ ചൊല്ലിക്കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് അവനോട് പറയപ്പെടും, ഹുദീത്ത, നിനക്ക് സന്മാർഗം ലഭിച്ചു, നീ സന്മാർഗത്തിനാണുള്ളത്. വകുഫീത്ത, നീ ആഗ്രഹിച്ചതുപോലെ നിനക്കെല്ലാം മതിയാകുന്നതാണ്. വവുഖീത്ത, നിനക്ക് എല്ലാ പ്രയാസങ്ങളിൽ നിന്നും സംരക്ഷണം നൽകപ്പെടുന്നതാണ്. ഇങ്ങനെ ഒരു അംഗീകാരവും ഇജാബത്തും ആ സമയത്ത് തന്നെ ലഭിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ദിക്റായിട്ടാണ് വീട്ടിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊല്ലാൻ പഠിപ്പിക്കുന്നത്. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഈ ദിക്ർ അങ്ങനെ ചൊല്ലുമ്പോൾ വതനഹ അൻഹു ശൈത്വാൻ, പിശാചി അവൻ്റെ പിന്നാലെ പിന്തുടരില്ല. പിശാചി മറ്റൊരു വഴിയെ തേടിപ്പോകും. എന്ന് പറഞ്ഞാൽ പിശാചിൻ്റെ ഉപദ്രവം, ശല്യം, വസ്വാസ് അവനെ പിടികൂടുകയില്ല. പൈശാചികമായി അവനൊരു ഉപദ്രവവും അവൻ്റെ ആ യാത്രയിലോ ഉദ്ദേശങ്ങളിലോ സംഭവിക്കൂല എന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിലുള്ള അദ്കാറുകളൊക്കെ സൂക്ഷിച്ചുകൊണ്ട് ചെല്ലാനും അതൊക്കെ ജീവിതത്തിൽ പകർത്താനും പരിശുദ്ധ ഈ റമളാനു ഷരീഫിൻ്റെ പുണ്യദിനരാത്രങ്ങൾ നമുക്ക് പ്രചോദനമാക്കി തരുമാറാവട്ടെ എന്ന് ദുആ ചെയ്ത് ഇൻഷാ അല്ലാഹ് നമ്മൾ പറഞ്ഞു വന്നത് പരിശുദ്ധമായ വുളു ആണ്. വുളുവിൻ്റെ ചില ഫർളുകളൊക്കെ നമ്മൾ ചർച്ച ചെയ്തു. മുഖം കഴുകി, അതുപോലെ തന്നെ കൈകൾ രണ്ടും കഴുകി. ഇനി വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് വുളു ചെയ്യുന്നവൻ്റെ തല തടവുക എന്നുള്ളത്. വംസഹു ബിവുജൂഹിക്കും, നിങ്ങൾ തലകൾ തടവണം എന്നാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്. തല കഴുകലല്ല വുളുവിൽ വേണ്ടത്. അതുകൊണ്ട് തന്നെ വുളു ചെയ്യുന്നവൻ തല തടവണം. തല തടവുമ്പോൾ അതിൻ്റെ പൂർണ്ണ അർത്ഥം പറയുന്നത് അവൻ്റെ തല മുഴുവനും തടവണം എന്നാണ്. പുരുഷന്മാർക്കൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മറയുന്ന മുടികളുണ്ടെങ്കിൽ, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മറഞ്ഞുകൊണ്ടിരിക്കുന്ന മുടികളുണ്ടെങ്കിൽ അവൻ്റെ കൈ 2 തള്ളവിരലും ചെവിയുടെ ഭാഗത്ത്, നെറ്റിൻ്റെ ഭാഗത്ത് വെച്ച് മുസബ്ബിഹ വിരലുകൾ പരസ്പരം ചേർത്ത് വെച്ചിട്ട് പുറകിലേക്ക് പോവുകയും തിരിച്ചതുപോലെ വരികയും ചെയ്യുക. ഇതാണ് വുളു തടവുന്നതിൽ പൂർണ്ണമായ സുന്നത്ത്. ഇനി അല്പം തടവിയാലും വുളുവിൻ്റെ ഫർള് വീടും. അങ്ങനെ അല്പം തടവുമ്പോൾ അവിടെ നെറ്റിൻ്റെ ഭാഗം മാത്രമായി പോകരുത്. ചില ആളുകളൊക്കെ, ചില സ്ത്രീകളിലൊക്കെ കാണുന്നത് ഒരു പക്ഷേ അവർ തട്ടൊക്കെ ഇട്ടുകൊണ്ടായിരിക്കുമല്ലോ. അപ്പോൾ അവിടെ മുടിയിലേക്കെത്താതെ, തലയിലേക്കെത്താതെ നെറ്റിയുടെ ഭാഗം മാത്രം വെള്ളമെടുത്തിങ്ങനെ തൊട്ട് തടവുന്ന ഒരു രീതി പലയിടങ്ങളിലും ഒരു പക്ഷേ കണ്ടുവരുന്നുണ്ട്. അത് തീർത്തും ശരിയല്ല. തലയാണ് തടവേണ്ടത്. തല തടവുമ്പോൾ ഇമാം അബു ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ മദ്ഹബൊക്കെ പറയുന്നത് 2 കഴനെറ്റിയുടെ ഇടയിൽ നെറുന്തലയിലായി നിൽക്കുന്ന കുറച്ച് ഭാഗമാണ്, അഥവാ കുറച്ച് മേൽപോട്ട്. അങ്ങനെ ആ ഭാഗമെങ്കിലും തല തടവണം എന്നതാണ് ഫർളായ തല തടവലിൽ വരുന്നത്. അതേസമയത്ത് എവിടെയെങ്കിലുമൊക്കെ തലയുടെ ഭാഗത്തൊരല്പം തടവിയാലും സംഗതി മതിയാകും. എന്നാലും നമ്മളൊരു കർമ്മം ചെയ്യുമ്പോൾ അതിൻ്റെ പൂർണ്ണ അർത്ഥത്തിലാവണമല്ലോ. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അതുപോലെ തന്നെ 5-ാമത്തെ ഒന്നാണ്
വുളുഇൽ 2 കാലുകൾ അവൻ്റെ ഞെരിയാണി ഉൾപ്പെടെ കഴുകണം. അപ്പം അതിൻ്റെ മുകളിലേക്ക് വെള്ളം എത്തണം. ഞെരിയാണിയുടെ താഴോട്ട് പോയാൽ പോരാ. ഞെരിയാണിയുടെ പിന്നെ മുകളിലേക്ക് വരുന്ന രൂപത്തിൽ 2 കാലുകളും കഴുകണം. കാല് കഴുകുമ്പോൾ വളരെ ശ്രദ്ധയോടെ. കാലിൽ ഓട്ടകളുണ്ടാകും, ചിലർക്ക് മുളകളുണ്ടാകും, കീറലുകളുണ്ടാകും. അങ്ങനെ കാലാണല്ലോ. അപ്പോൾ ആ നിലയ്ക്ക് വളരെ ശ്രദ്ധയോടെ എല്ലാ ഭാഗങ്ങളിലും വെള്ളമെത്തുന്ന രൂപത്തിൽ അവൻ പിന്നെ കാല് കഴുകണമെന്നാണ്. എത്രത്തോളം ഫുഖഹാവ് പറയുന്നുണ്ട്, ലൗ ദഖലത്ത് ഷൗക്കത്തും ഫീ റിജ്ലിഹി വളഹറ ബഅ്ദുഹാ വജബ ഖൽഹുഹാ. ഒരാളുടെ കാലിൽ മുള്ള് തറച്ചിട്ടുണ്ടെങ്കിൽ ആ തറച്ച മുള്ള് പുറത്തേക്ക് ഇങ്ങനെ കാണുന്നുണ്ടെങ്കിൽ അത് പറിച്ചെടുക്കണം. ആ തറച്ച മുള്ളോടുകൂടി അവൻ വുളു എടുത്താൽ അവൻ്റെ വുളു ശരിയാകൂല. അത് പറിച്ചെടുക്കണം. എന്നിട്ട് ആ മുള്ള് കുത്തി നിൽക്കുന്ന ആ ഭാഗം അവൻ കഴുകൽ നിർബന്ധമാണ്. കാരണം അതും കാല് കഴുകേണ്ട ബാഹ്യമായ ഭാഗത്തിൽ പെട്ടു എന്നതാണ് ആ മുറിവിൻ്റെ അടയാളം. അപ്പോൾ അവിടെയും കഴുകണം. അതേസമയത്ത് മുള്ള് തറച്ചു എന്നിട്ട് അകത്തേക്കങ്ങ് കടന്നു, പുറത്ത് മുള്ളിൻ്റെ അടയാളങ്ങളൊന്നും കാണുന്നില്ല, അകത്താണ് മുള്ളുള്ളത് എങ്കിൽ പിന്നെ അവിടെ പ്രയാസങ്ങളില്ല. അതിൻ്റെ മുകളിലൂടെ അവൻ വുളു ചെയ്താലും മതി. ഇങ്ങനെ കാല് കഴുകുമ്പോൾ വളരെ ശ്രദ്ധയോടെ പിന്നെ കഴുകൽ നിർബന്ധമാണ്. അതോടൊപ്പം ഈ പറയുന്നവയിലൊക്കെ നമ്മൾ കഴുകുന്ന അവയവങ്ങളിലൊക്കെ വളരെ പ്രധാനപ്പെട്ട ഒരു സുന്നത്താണ് ദൽഖുൽ അഅ്ളാ എന്ന് പറയുന്നത്. വുളുവിൻ്റെ സുന്നത്തിൽ അത് വരുന്നുണ്ട്. എന്നാലും ഫർദുകൾ പറയുമ്പോൾ അതിൻ്റെ കൂടെ പറയാണ് അവയവങ്ങൾ ഉരച്ച് കഴുകണം. ഉരച്ച് കഴുകണം എന്ന് പറയുമ്പോൾ സോപ്പും അതുപോലെ താളിയും അതുപോലെ ചകിരിയൊന്നും ഇട്ടിട്ട് അങ്ങനെ ഉരക്കണം എന്നല്ല പറഞ്ഞത്. കൈകൊണ്ട് തന്നെ നിർബന്ധ ഭാഗങ്ങൾ കഴുകുന്ന സമയത്ത് അവിടങ്ങളിലൊക്കെ ഉരച്ചിട്ടാണ് പിന്നെ കഴുകേണ്ടത്. തേച്ച് കഴുകുക എന്നൊക്കെ പറയും. അപ്പോഴാണ് യഥാർത്ഥത്തിൽ അവയവങ്ങൾ നനഞ്ഞു എന്ന് ഉറപ്പ് ലഭിക്കുക. അപ്പോൾ ആ നിലക്ക് വുളുവിൻ്റെ ഫർളുകളൊക്കെ കൃത്യമായി സൂക്ഷ്മതയോടുകൂടി ചെയ്യാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. പരിശുദ്ധ റമളാനിൽ നമ്മുടെ ഈ സഈ അള്ളാഹു എല്ലാ നിലക്കും നമ്മളിൽ നിന്നും ഖബൂലാക്കി തരുമാറാവട്ടെ. പ്രയാസങ്ങൾ, വിഷമങ്ങൾ അള്ളാഹു നീക്കി തരട്ടെ. അള്ളാഹുവിൻ്റെ മഗ്ഫിറത്ത് കൊണ്ടും റഹ്മത്ത് കൊണ്ടും ഇത്ഖും മിനന്നാർ കൊണ്ടൊക്കെ അനുഗ്രഹിക്കുന്ന മുഅ്മിനീങ്ങളിൽ നമ്മളെ ഉൾപ്പെടുത്തട്ടെ. ആമീൻ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുക്കൽ ജന്നത വഅഊദു ബിക മിനന്നാർ. اللهم ارحمني يا أرحم الراحمين برحمتك يا أرحم الراحمين. السلام عليكم ورحمة الله وبركاته.